ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു അരിപ്പൊരി മസാല ഉണ്ടാക്കിയാലോ. നമുക്ക് മുമ്പൊക്കെ അരിപ്പൊരി എന്ന് വെച്ചാൽ ഒരു ഉത്സവം, പള്ളിയിൽ നേർച്ച അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്കിത് വാങ്ങിക്കാനൊക്കെ കിട്ടൂ. ഇപ്പോൾ സാധാരണയായി നമ്മളെ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ എപ്പോൾ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമായി മാറി. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും, ചെറിയ പീസ് ക്യാരറ്റ്, കക്കരി, ഒരു തക്കാളിയും മല്ലിയിലയാണ് എടുത്തത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഉള്ളി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്, പിന്നെ മല്ലിയില, പിന്നെ കക്കരി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ചെറിയ പീസ് കക്കരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പയ്യോളി മിക്സറാണ്. നമുക്ക് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ വെറുതെ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. പിന്നെ ഇതിൽ ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ ചെറുനാരങ്ങ. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതറിയാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ്. കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനൊരു ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.